എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ചായ കുടിച്ചു എന്ന് വിചാരിക്കുന്നു. കുടിക്കാത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ കുടിച്ചിട്ട് വളരെ എനർജറ്റിക് ആയിട്ട് നമ്മുടെ ക്ലാസ് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സംഗീതമൊക്കെ ഇഷ്ടമുള്ള കുറേ ആൾക്കാരുണ്ടാവും അല്ലേ? അപ്പോൾ സംഗീതം പലതരത്തിലുള്ള സംഗീതമുണ്ട്. നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള സംഗീതത്തോടാണ് കൂടുതൽ ഇഷ്ടം? നിങ്ങൾക്ക് തമിഴ് ഉണ്ടാവാം, ചിലവർക്ക് ഹിന്ദി ഉണ്ടാവാം, ചിലവർക്ക് മലയാളം ഉണ്ടാവാം. ഓരോ തരത്തിലുള്ള പാട്ടുകൾ പലതരത്തിലുള്ള ആൾക്കാർക്ക് ഇഷ്ടമാണ്. അപ്പോൾ എത്ര ഗസലുകൾ ഇഷ്ടമാണ് അല്ല? മുംബൈയിലെ പ്രശസ്തമായ ഗസലുകൾ നമുക്ക് വളരെയധികം അറിയാവുന്നതാണ്. അതേപോലെ തന്നെ സൂഫികളുടെ സംഗീതം ഗസലുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ സൂഫി സംഗീതം എന്ന് പറയുന്നത്. അപ്പോൾ സൂഫികളുടെ സംഗീതം വളരെയധികം ഇഷ്ടമുള്ള ആൾക്കാർ കുറേ ആൾക്കാരാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് 9ാം ക്ലാസ്സിലെ ഒരു ചാപ്റ്റർ ആയിട്ടുള്ള ഇന്ത്യ ദ ലാൻഡ് ഓഫ് സിന്തസിസ് എന്ന് പറയുന്ന ഒരു പാഠഭാഗത്തിന്റെ ഫസ്റ്റ് ഒരു ചെറിയൊരു പോർഷനാണ് സൂഫി മൂവ്മെന്റ്. അപ്പോൾ സംഗീതത്തോട് വളരെയധികം അടുത്ത് താരതമ്യം പ്രാപിച്ചു കിടക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് സൂഫികളെന്ന് നിങ്ങൾ പിന്നീട് മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്താണ് സൂഫി മൂവ്മെന്റ്, സൂഫി പ്രസ്ഥാനം എന്താണ് എന്നാണ് നമ്മൾ ഇതിലൂടെ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്താണ് സൂഫി മൂവ്മെന്റ് അല്ലെങ്കിൽ എന്താണ് സൂഫി പ്രസ്ഥാനം അല്ലെങ്കിൽ സൂഫികൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അപ്പോ സൂഫി പ്രസ്ഥാനത്തിനെ കുറിച്ചാണ്. അപ്പോ സൂഫികൾ ആരാണ്? ചരിത്രകാരന്മാർക്കിടയിൽ വിവിധ തരത്തിലുള്ള അഭിപ്രായമാണ് സൂഫികളെ കുറിച്ചുള്ളത്. ഈ സൂഫികൾ മധ്യേഷ്യയിൽ നിന്നും വന്നിട്ടുള്ള ഒരു വിഭാഗം ആൾക്കാരാണെന്നാണ് കുറച്ച് ചരിത്രകാരന്മാർ പറയുന്നത്. എവിടെ നിന്നാണ്? മധ്യേഷ്യയിൽ നിന്നാണ് സൂഫികൾ വന്നിട്ടുള്ളത്. അപ്പൊ ആരാണ് യഥാർത്ഥത്തിൽ സൂഫികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ആഡംബര ജീവിതത്തിനോട് എതിരെ അവരുടെ ജീവിതം നയിക്കുന്ന ആൾക്കാരെയാണ് സൂഫികൾ എന്ന് പറയുന്നത്. സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരെയാണ് സൂഫികൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. ആരാണ്? ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വിഭാഗം. ആ കാലഘട്ടത്തിൽ മധ്യകാലഘട്ടത്തിൽ സമൂഹത്തിൽ ജീവിച്ച ഒരു വിഭാഗം ആൾക്കാരാണ് ആര്? സൂഫികൾ. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. ആത്മീയ ജീവിതത്തിനാണ് ഈ സൂഫികൾ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആത്മീയ ജീവിതം എന്ന് പറയുന്ന കൺസെപ്റ്റിനാണ് ഈ സൂഫികൾ കൂടുതലും പ്രാധാന്യം കൊടുത്തിരുന്നത്. അത് മാത്രമല്ല, ഇന്ത്യയുടെ മറ്റ് പല ഭാഗങ്ങളിലും ഈ സൂഫി പ്രസ്ഥാനം വൻതോതിൽ ഈ ഡൽഹി സുൽത്താന്മാരുടെയും ഈ മുഗളന്മാരുടെയും കാലഘട്ടത്തിൽ വളരെയധികം പ്രചാരണം നേടുന്ന ഒരു കാലഘട്ടം ഉണ്ടാവുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട ആൾക്കാരാണ് നമ്മുടെ സക്കറിയ, ബാബ ഫരീദ്, ഷെയ്ഖ് മൊയ്നുദ്ദീൻ ചിശ്തി തുടങ്ങിയുള്ള കുറേ ആൾക്കാർ. ഈ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കോർട്ടിലെ പ്രധാനപ്പെട്ട ഒരു സൂഫി സെയിന്റ് ആയിരുന്നു, അല്ലെങ്കിൽ സൂഫി ഗായകനായിരുന്നു, അല്ലെങ്കിൽ സൂഫി സന്യാസി വര്യനായിരുന്നു നമ്മളുടെ ഷെയ്ഖ് മൊയ്നുദ്ദീൻ ചിശ്തി എന്ന് പറയുന്നത്. അപ്പൊ അത് നിങ്ങൾ ഓർത്തു വെച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ സൂഫികൾ ആത്മീയ ജീവിതം നയിച്ചു പോകുന്നവരാണ് സൂഫികൾ എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ കുറച്ച് വാക്കുകളുണ്ട് ഈ ഒരു പോർഷനിൽ, കുറച്ച് വാക്കുകളുണ്ട് സൂഫി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. അവ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ടത് അതിൽ ഒന്നാണ് ഷെയ്ഖ് അല്ലെങ്കിൽ പീർ മുരീദ്. ഷെയ്ഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂഫി ടീച്ചർമാരെയാണ് ഷെയ്ഖ് എന്ന് വിളിക്കുന്നത്. പീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുരീദ് എന്ന് പറഞ്ഞിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ആ കുട്ടികൾ അവരുടെ ശിഷ്യന്മാരെയാണ് ഇങ്ങനെ ഒരു അർത്ഥത്തിൽ വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടേം നിങ്ങൾ ഓർത്തു വെക്കുക, അത് നിങ്ങൾ മറക്കാതെ ഓർത്തു വെക്കുക. അതേപോലെ തന്നെ ഖാൻഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂഫി മതക്കാരെന്ന് പറയാൻ വേണ്ടി പാടില്ല, സൂഫി വിഭാഗക്കാർ താമസിച്ചിരുന്ന സ്ഥലത്തിനാണ് ഖാൻഖകൾ എന്നറിയപ്പെടുന്നത്. പിന്നെ ഖവാലി എന്ന് പറയുന്നത് സൂഫി സംഗീതത്തിനെയാണ് ആക്ച്വലി ഖവാലി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ സൂഫി സംഗീതം അറിയപ്പെടുന്നത് ഖവാലി എന്ന പേരിലും, പിന്നെ ഖാൻഖ എന്നത് അവരുടെ പ്രധാനപ്പെട്ട വാസസ്ഥലവുമായാണ് കണക്കാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉള്ളൊരു പ്രവർത്തനം ഇതാണ്. പ്രധാനപ്പെട്ട ആ പാഠഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക. ആ പാഠഭാഗത്തിൽ പ്രധാനപ്പെട്ട നമുക്ക് പരിചയമില്ലാത്ത വാക്കുകൾ ഏതൊക്കെയാണ്, ആ വാക്കുകളുടെ അർത്ഥം എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് വരിക. അതാണ് നിങ്ങൾക്ക് ഉള്ള ഒന്നാമത്തെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പായിട്ട് ഇവിടെ ഇരുന്നു കൊണ്ട്
അത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രവർത്തനം നിങ്ങൾ ഗ്രൂപ്പായി തരംതിരിച്ചിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ പ്രവർത്തനത്തിന്റെ പേര് നിങ്ങൾ ഓർത്ത് വെക്കുക, പെട്ടെന്ന് തന്നെ അതിനു വേണ്ടിയുള്ള ഉത്തരങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു സൂഫികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രധാനമായും ഊന്നൽ കൊടുത്തിരുന്നത് സാമൂഹികവും സാമ്പത്തികവും ആയിട്ടുള്ള മാറ്റങ്ങൾക്കാണ്. എന്തിലൂടെയാണ് ഈ സാമൂഹികവും സാമ്പത്തികമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നത്? നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള ഈ ആത്മീയ ജീവിതത്തിലൂടെ. ഈ ആത്മീയ ജീവിതത്തിലൂടെയാണ് ഈ സൂഫികൾ തങ്ങളുടെ കാഴ്ചപ്പാടുകൾ സമൂഹത്തിലേക്ക് കൊടുക്കുന്നത്. അവരുടെ ഒരു വിഷൻ എന്ന് പറയുന്നത് എന്താണ്? അവരുടെ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ആസ്പെക്ട്സ് ആണ്. ഏത് അവര് ഈ ഒരു സൂഫി മൂവ്മെന്റിന് വേണ്ടിയിട്ട് അവര് കൊടുത്തിട്ടുള്ള ഒരു സംഭാവന എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, അത് മറന്നു പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്താണ് ഈ പോയിന്റ് എന്ന് പറയുന്നത്? ആത്മീയമായ ജീവിതം നയിക്കുക. ദൈവത്തിലേക്ക് എത്തണമെങ്കിൽ എന്താണ് ലക്ഷ്യം അല്ലെങ്കിൽ എന്താണ് മാർഗം? ആത്മീയത അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി ഈസ് ദി എന്താ പറയുന്നത് അൾട്ടിമേറ്റ് എയിം ഫോർ എന്താ റീച്ചിങ് ടു ദി ഗോഡ്. ഗോഡിലേക്ക് എത്തണമെങ്കിൽ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു എയിം എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു സ്പിരിച്വാലിറ്റിയാണ്. സ്പിരിച്വാലിറ്റി ഉണ്ടെങ്കിൽ സ്പിരിച്വാലിറ്റിയിൽ കൂടെ മാത്രമേ നമുക്ക് ഇതിലേക്ക് എത്താൻ വേണ്ടി പറ്റൂ, ദൈവത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റൂ. ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ത്രൂ ആത്മീയത സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ആശയത്തിലൂടെ മാത്രമേ പറ്റൂ എന്നാണ് ആര് പറയുന്നത്? ഈ സൂഫി വര്യന്മാർ അല്ലെങ്കിൽ സൂഫി സയൻസ് പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ അടുത്തൊരു പ്രവർത്തനം കൂടി നോക്കാൻ വേണ്ടി പോവുകയാണ്. പാഠഭാഗത്തിൽ പേജ് നമ്പർ 90, രണ്ടാം പാർട്ടിൽ 90-ാം പേജ് നമ്പറിൽ പ്രധാനപ്പെട്ട സൂഫി വര്യന്മാരെ കുറിച്ച് പ്രധാനപ്പെട്ട സൂഫി വര്യന്മാരും അവരുടെ പ്രവർത്തന മേഖലകളും ഏതൊക്കെയാണെന്ന് അടയാളപ്പെടുത്താൻ വേണ്ടി ഒരു പ്രവർത്തനം കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളെല്ലാവരും ചെയ്യണം. എല്ലാവരും ഗ്രൂപ്പായി തിരിച്ച് തന്നെ ആ ഒരു പ്രവർത്തനം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഉദാഹരണത്തിന് ബാബാ ഫരീദിന്റെ പ്രവർത്തന മേഖല എവിടെയായിരുന്നു? അല്ലെങ്കിൽ ഷെയ്ഖ് മൊയ്നുദ്ദീൻ ചിഷ്തിയുടെ പ്രധാനപ്പെട്ട മേഖല എവിടെയായിരുന്നു? ഓക്കെ, അതേപോലെ തന്നെ കുറേ തരത്തിലുള്ള 5-6 സൂഫി വര്യന്മാരുടെ പേരുകൾ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്, ആ പട്ടികയിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് പൂരിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇതാണ് മറ്റൊരു പ്രവർത്തനം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ പാഠഭാഗത്തിന്റെ ഏറ്റവും മുകളിലായിട്ട് ഷാജഹാന്റെ മകൾ ജഹനാര എഴുതിയ പേർഷ്യൻ ഒരു ചെറിയ കവിത പോലുള്ള ഒരു ചെറിയൊരു ഭാഗം നമുക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നത് എന്താണ്? മതത്തോടുള്ള അല്ലെങ്കിൽ മതസാഹോദര്യം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാണ്. അല്ലേ? മതസാഹോദര്യം അല്ലെങ്കിൽ മതത്തിൽ സെക്യുലറിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മധ്യകാല ഇന്ത്യയിൽ ഉടനീളം ഉണ്ടായിരുന്നു എന്നുള്ള തെളിവാണ് ജഹനാരയുടെ ആ ഒരു ചെറിയൊരു ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞത് എങ്ങനെയാണ്? ഞാൻ അബുൽ ഫൈസിയുടെയും അബുൽ ഫസലിന്റെയും ഭവനത്തിലേക്ക് പോയി മടങ്ങി വരുമ്പോൾ ശ്രീകൃഷ്ണ മന്ത്രം ഉരുവിടുന്നതായി എനിക്ക് തോന്നി. ശ്രീകൃഷ്ണ മന്ത്രം ഉരുവിടുന്നതായി എനിക്ക് തോന്നി എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ടേം അവിടെ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവിടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എന്താ? മതത്തിന്റെ ഒരു എന്താ പറയുക മതസഹിഷ്ണുത അവിടെ ആ സമൂഹത്തിൽ നിലനിന്ന് പോന്നിരുന്നു. അതുപോലെ തന്നെയാണ് അതിൻ്റെ ഒരു പരിണിത ഫലമാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ മാത്തായിട്ടാണ് നമുക്ക് എന്തിനെ കാണാൻ വേണ്ടി പറ്റുന്നത്? ഈ ഒരു സൂഫി പ്രസ്ഥാനത്തിനെ മധ്യകാല ഇന്ത്യയിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ സൂഫി പ്രസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പുറമെ തന്നെ സൂഫി പ്രസ്ഥാനത്തിന് പുറമെ തന്നെ കുറേയധികം പ്രസ്ഥാനങ്ങൾ നമ്മുടെ മധ്യകാല ഇന്ത്യയിൽ വരുന്നുണ്ട്. ഉദാഹരണത്തിന് ഭക്തി പ്രസ്ഥാനം വരുന്നുണ്ട്, വീരശൈവ മൂവ്മെന്റ് പ്രസ്ഥാനം വരുന്നുണ്ട്, അതുപോലെ തന്നെ നായനാസ് ആൾവാസ് വരുന്നുണ്ട്. അപ്പോൾ കുറേ തരത്തിലുള്ള ഭക്തികൾ ആത്മീയതയിൽ ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള കുറേ തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ ഈ ഒരു മധ്യകാലഘട്ടത്തിൽ വരുന്നുണ്ട്. ഇത് സാമൂഹികപരമായിട്ടുള്ളതും സാമ്പത്തികപരമായിട്ടുള്ളതും നമ്മുടെ ജനങ്ങളുടെ ഇന്ത്യൻ ജനങ്ങളുടെ സമൂഹത്തെ വളരെയധികം ഊന്നൽ കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഈ ഒരു പ്രധാനപ്പെട്ട ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് നിലവിൽ വന്നത്, ഈ കാലഘട്ടത്തിൽ ഉയർന്നു വന്നത് നമ്മൾ ഈ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സൂഫി മൂവ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്, ആ ഒരു പോർഷൻ. അപ്പോൾ ചരിത്രത്തിൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ഒരു പ്രധാന
ഭാഗമാണ് സൂഫി മൂവ്മെന്റ് അല്ലെങ്കിൽ സൂഫി പ്രസ്ഥാനം. സൂഫികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് അതിന്റെ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പിളി വസ്ത്രം ഉപയോഗിക്കുന്നവർ. അതാണ് സൂഫി എന്ന വാക്കിന് അർത്ഥം. എന്താണ്? കമ്പിളി വസ്ത്രം ഉപയോഗിക്കുന്ന ആൾക്കാർ. കമ്പിളി വസ്ത്രമാണ് മെയിനായിട്ട് അവർ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ടാണ് അവരെ ഈ സൂഫികൾ എന്ന് പറയുന്ന വാക്കിന് അർത്ഥം എന്ന് പറയുന്നത് കമ്പിളി വസ്ത്ര ധാരികൾ, കമ്പിളി വസ്ത്രം ധരിച്ചിരുന്ന ആൾക്കാർ എന്നാണ് പ്രധാനമായിട്ട് ഇവര് അറിയപ്പെട്ടിരുന്നത്. എന്തുകൊണ്ടാണ് ഈ കമ്പിളി വസ്ത്രം എന്ന് പറയുന്നത്? സാധാരണക്കാരുടെ ഒരു ട്രഡീഷണൽ ഡ്രസ്സാണ്, അല്ലെങ്കിൽ ദൈവത്തിലേക്ക് മോക്ഷം കിട്ടാൻ വേണ്ടി സാധാരണക്കാരൻ യൂസ് ചെയ്തിരുന്ന, സാധാരണക്കാരനെ പോലുള്ള ജീവിതം നയിച്ചുകൊണ്ടാണ് ഈ സൂഫികൾ ആ കാലഘട്ടത്തിൽ നടത്തിയിരുന്നത്. അത് ഓർത്ത് നോക്കുക. പിന്നീട് സൂഫികൾക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ടെക്സ്റ്റ് പുസ്തകത്തിലില്ല, പക്ഷെ നിങ്ങളുടെ മനസ്സിൽ വരാൻ വേണ്ടിയിട്ട് പറയുകയാണ്. സൂഫികൾക്ക് വേണ്ടിയിട്ട് ആ കാലഘട്ടത്തിലെ രാജാക്കന്മാരായിട്ടുള്ള കുറേയധികം രാജാക്കന്മാരുണ്ട്. മുഹമ്മദ് ബിൻ തുഗ്ലക് ആണെങ്കിലും, ഡൽഹി സുൽത്താനിലെ ബാൽബൻ ആണെങ്കിലും കുറെ തരത്തിലുള്ള രാജാക്കന്മാർ അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഈ സൂഫി മൂവ്മെന്റിന്റെ വളർച്ചയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ബാൽബന്റെ കാലഘട്ടത്തിൽ സൂഫികൾക്ക് വേണ്ടിയിട്ട് കുറേ അധികം മാറ്റങ്ങൾ ആ സമൂഹത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊന്നാണ് ഇവരുടെ റെസ്റ്റ് ഹൗസ് അല്ലെങ്കിൽ വാസസ്ഥലം, ഖാൻക എന്നറിയപ്പെടുന്ന വാസസ്ഥലം. അതായത് അത് ആദ്യം ഒരു സ്ഥലത്ത് അവർക്ക് ഒരു വാസസ്ഥലം ഉറപ്പിക്കും. ദൂരെ നിന്ന് വരുന്ന സൂഫികൾ അവർ നടന്ന് ക്ഷീണിച്ചിട്ടൊക്കെ വരുമ്പോൾ അവർ ആദ്യം ഏതെങ്കിലും നമ്മൾ കാണില്ലേ, അമ്പലങ്ങളും കുറെ പള്ളികളും ദൂരയാത്ര കഴിഞ്ഞു വരുന്ന ആൾക്കാർക്കെല്ലാം വേണ്ടിയിട്ട് അമ്പലങ്ങളും പള്ളികളൊക്കെ കാണില്ലേ, അതേപോലെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു സൂഫികൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ അതിന് എന്ത് പേരാണ് അറിയപ്പെടുന്നത്? ഗാൻഘാസ് എന്ന പേരാണ് അറിയപ്പെടുന്നത്. ഗാൻഘാസ് എന്ന് പറഞ്ഞാൽ റെസ്റ്റ് ഹൗസ് ഓഫ് ദി സൂഫീസ്. സൂഫികളുടെ റെസ്റ്റ് ഹൗസിനെയാണ് ഗാൻഘ എന്നറിയപ്പെടുന്നത്. ഇവിടെ ഒരു ഗാൻഘ ഉണ്ടെങ്കിൽ പിന്നീട് കുറേ നടന്നു കഴിഞ്ഞ് അവർ ക്ഷീണിച്ച് കഴിയുമ്പോൾ പിന്നീട് മറ്റൊരു സ്ഥലത്ത് ഒരു ഗാൻഘ ഉണ്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് വസ്ത്രങ്ങൾ മാറാനും, അവർക്ക് പല കുളിക്കാനും, അല്ലെങ്കിൽ അവരുടെ വസ്ത്രങ്ങൾ അലക്കാനും മറ്റും, അല്ലെങ്കിൽ വെള്ളം കുടിക്കാനും മറ്റും എന്ത് ഉപയോഗിച്ചിരുന്നു? ഈ ഗാൻഘകൾ ഉപയോഗിച്ചിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരുന്നത്? ഫോർ ദ വെൽഫെയർ ഓഫ് ദി സൂഫീസ്. അപ്പോൾ സൂഫികൾ ആ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൽപ്പിച്ചിരുന്ന ഒരു വിഭാഗം ആൾക്കാരാണ്. ഓർക്കുക, അല്ലെങ്കിൽ രാജാക്കന്മാർ ഇത്തരത്തിലുള്ള ഗാൻഘാസൊന്നും പണിയേണ്ട യാതൊരു ആവശ്യവുമില്ല. ഓക്കെ, പ്രത്യേകിച്ച് മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ പോലുള്ള ഭരണാധികാരികൾ, അല്ലെങ്കിൽ ബാലനെ പോലുള്ള ഭരണാധികാരികൾ ഇങ്ങനെ പോലുള്ള ഖാൻകകൾ, സത്രകൾ അവർ നിർമ്മിക്കാൻ വഴങ്ങുകയില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്രത്തോളം പ്രാധാന്യം ആർക്കുണ്ടായിരുന്നു? നമ്മളുടെ സൂഫി വര്യന്മാർക്ക് പ്രാധാന്യം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഓർക്കുക, സൂഫി എന്ന് പറയുന്നത് ആത്മീയതയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദൈവത്തിലേക്ക് നമ്മൾ മടങ്ങിപ്പോകണമെങ്കിൽ, ദൈവത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണമെങ്കിൽ നമ്മൾ എന്തിലൂടെ മാത്രമേ നടക്കുകയുള്ളൂ? മോക്ഷം കിട്ടണമെങ്കിൽ എന്തിലൂടെ മാത്രമേ നടക്കുകയുള്ളൂ? ആത്മീയത, ഫ്രം ദി സ്പിരിച്വാലിറ്റി. ഗോഡ് ഈസ് ദി അൾട്ടിമേറ്റ് പവർ. ദൈവത്തിലേക്ക് എത്തണമെങ്കിൽ ത്രൂ ദി സ്പിരിച്വാലിറ്റി. സ്പിരിച്വൽ കൺവെൻഷൻ ഈസ് എസെൻഷ്യൽ. അവിടെ ഒരു മാറ്റം അനിവാര്യമാണ്. എന്തിലൂടെയാണ് ആ മാറ്റം വരുന്നത്? ത്രൂ ദി സ്പിരിച്വാലിറ്റി. ആത്മീയതയിലൂടെ മാത്രമാണ് ദൈവത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുമെന്ന് വിശ്വസിച്ചിരുന്ന ഒരേ ഒരു വിഭാഗം ആൾക്കാരാണ്, മധ്യകാലഘട്ടത്തിലെ ഒരേ ഒരു വിഭാഗം ആൾക്കാരാണ് ആര്? നമ്മളുടെ സൂഫി പ്രസ്ഥാനത്തിൽ പെടുന്ന ആൾക്കാർ. ഓർത്തു വെക്കുക, സൂഫി പ്രസ്ഥാനത്തിൽ പെടുന്ന ആൾക്കാരാണ് ആ കാലഘട്ടത്തിൽ സ്പിരിച്വലിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉടനീളം ശ്രദ്ധിച്ചത് ആരാണ്? സൂഫികൾ എന്നാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സൂഫികൾ ആരാണെന്ന് നമുക്ക് മനസ്സിലായി. അവരുടെ സാമൂഹിക വ്യവസ്ഥ നമുക്ക് മനസ്സിലായി. മധ്യകാലഘട്ടത്തിൽ അവരുടെ പ്രധാനപ്പെട്ട റോളുകൾ മനസ്സിലായി. സൂഫി പ്രസ്ഥാനത്തിന്റെ
പ്രധാനപ്പെട്ട വര്യന്മാർ സൂഫി സെയിൻസ് ആരാണെന്ന് നമുക്ക് മനസ്സിലായി. പിന്നീട് സൂഫി പ്രസ്ഥാനം ഏതൊക്കെ മേഖലകളിലാണ് തഴച്ചു വളർന്നത് എന്ന് നമുക്ക് മനസ്സിലായി. പ്രധാനപ്പെട്ട സൂഫി സെന്റേഴ്സ് എവിടെയൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിന്റെ ചെറിയ പോർഷൻസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റി. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ജസ്റ്റ് ഒന്നുകൂടി പറയുകയാണ്, ഒന്നുകൂടി കൺക്ലൂഷനായിട്ട് പറയുകയാണ്. ആരാണ് സൂഫിമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൂഫിമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വാലിറ്റിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട്, ആത്മീയതയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇന്ത്യയിൽ മധ്യേഷ്യയിൽ നിന്നും വന്നിട്ടുള്ള ഒരു വിഭാഗം ജനങ്ങളെയാണ്, ഒരു വിഭാഗം ആൾക്കാരെയാണ് സൂഫികൾ എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നത്. അപ്പോൾ അത് മറക്കാതെ ശ്രദ്ധിക്കുക. എന്തിനാണ് അവർ പ്രാധാന്യം കൊടുത്തത്? സ്പിരിച്വാലിറ്റി. അതുകൂടാതെ സൂഫികൾ അവർ മറ്റ് പല മേഖലകളിലും അവരുടെ കഴിവ് തെളിയിച്ചിട്ടുള്ള ആൾക്കാരാണ്. സൂഫി സംഗീതം ഇന്ത്യയിൽ വളരെയധികം ഫേമസ് ആയിട്ടുള്ളതാണ്. ഈവൻ നൗ, ഇന്ന് ഈ കാലഘട്ടം വരെ നമ്മൾ സൂഫികൾക്ക് അവരെ സ്മരിക്കുന്നതിന് വേണ്ടിയിട്ട് പല ആൾക്കാരും സൂഫി സംഗീതം ഇന്നും കമ്പോസ് ചെയ്യുന്നുണ്ട്. കാരണം സൂഫി സംഗീതത്തിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് നമ്മളുടെ സൊസൈറ്റിയിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് സൂഫി പ്രസ്ഥാനത്തിന് അത്രത്തോളം പ്രാധാന്യം ഇന്ത്യയിൽ കിട്ടാൻ വേണ്ടി തുടങ്ങിയത്. അത് നമ്മൾ ഓർത്തു വെക്കുക. പിന്നീട് കുറേയധികം ആൾക്കാരെ നമ്മൾ ഓർത്ത് വെക്കുക. സക്കറിയ, ബാബ ഫരീദ്, ഷെയ്ഖ് മൊയ്നുദ്ദീൻ ചിശ്തി ഓർത്ത് വെക്കുക. ഓക്കെ, ഇവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. മറക്കാതെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൂടാതെ ഇവരുടെ പ്രധാനപ്പെട്ട കുറച്ച് വാക്കുകളുണ്ട്, നമുക്ക് പരിചയമില്ലാത്ത കുറച്ച് വാക്കുകളുണ്ട്. പിർറ്, മുരീദ്, ഖാൻഖാസ്, ഖവാലി. ഖവാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂഫി സംഗീതത്തിനാണ് ഖവാലി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് ഓർത്ത് വെക്കുക. അത് ആ ഒരു കാര്യം നിങ്ങൾ പോയിന്റ് ചെയ്ത് വെക്കുക. ഖവാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂഫി സംഗീതത്തിനെയാണ് പറയുന്നത്. പിന്നെ സൂഫി വര്യന്മാരുണ്ട്, പീർ, മുരീദ്, അതായത് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്. അവർ പിറും മുരീദും ഷെയ്ഖ് എന്ന പേരിലല്ല അവർ അറിയപ്പെടുന്നുണ്ട്. അത് ഓർത്ത് വെക്കുക. പിന്നീട് ഖാൻഖാസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, അവരുടെ വാസസ്ഥലമാണ്, റെസ്റ്റ് ഹൗസ് ഓഫ് ദി സൂഫീസ് ആണ് ഖാൻഖാസ് എന്ന് നമ്മൾ ഓർത്ത് വെക്കുക. അപ്പോൾ മധ്യകാല ഇന്ത്യയിൽ ഏറ്റവും അധികം സവിശേഷതയുള്ള ഒരു വിഭാഗം ആൾക്കാരാണ് ആര്? ഈ സൂഫികൾ എന്ന് പറയുന്ന വിഭാഗം ജനങ്ങൾ. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള കഴിവുകൾ ആ ഒരു സമൂഹത്തിൽ നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ പല രാജാക്കന്മാരും ശ്രമിച്ചിട്ടുണ്ട് എന്നും ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അക്ബർ ആണെങ്കിൽ, മുഗൾ ഭരണകാലഘട്ടത്തിലാണെങ്കിൽ അക്ബറാണ് മെയിൻ രാജാവ്, ഒരു പ്രധാനപ്പെട്ട ചക്രവർത്തി. അക്ബർ ചക്രവർത്തി, ഗ്രേറ്റ് അക്ബറാണ്. അക്ബർ ഈ നമ്മുടെ സൂഫി പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുഹമ്മദ് ബിൻ തുഗ്ലക്, അതുപോലെ തന്നെ ബാൽബൻ. അപ്പോൾ കുറേയധികം രാജാക്കന്മാർക്ക് ആർക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്? ഈ സൂഫികൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൂഫികൾ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ശരി.